പെറ്റമ്മയെ എങ്ങനെ നോക്കണം? സ്നേഹമുള്ളവർ, ഒരു പിതാവ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. തൻ്റെ അമ്മയെ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെ സംസ്കരിക്കണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ കേട്ടിരിക്കണം. ഒരപ്പൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം ഇപ്രകാരം: മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെയേറെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഒരമ്മ എത്രത്തോളം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. 10 മാസം ഉദരത്തിൽ വഹിക്കുന്ന സമയം ഒരമ്മ സഹിക്കുന്ന വേദനയും പ്രയാസവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുദിനം നമ്മുടെ ഭവനങ്ങളിൽ കാണുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ പെൺകുട്ടികളും ഗർഭം ധരിക്കുന്ന സമയം മുതൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ 10 മാസക്കാലം അവരേതെല്ലാം വിധത്തിലാണ് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയം എന്തെല്ലാം വിധ വേദനകളാണ് അവർ സഹിക്കുന്നത്. ഇതുകൊണ്ടും തീർന്നോ? ജന്മം കൊടുത്തു കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഓരോ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ഈ അമ്മ ഉറക്കമില്ലാതിരിക്കുന്ന രാത്രികളാണ്. കുഞ്ഞിന് പലവിധ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും വരുമ്പോൾ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഉറക്കമളച്ചിരിക്കുന്ന അമ്മമാരെ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് കാണാം. വേറെ ആരുമല്ല, അത് നമ്മുടെ സഹോദരിമാരായിരിക്കാം, നമ്മളുടെ മക്കളായിരിക്കാം. അങ്ങനെ പലരും അനുദിനം നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ കുഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നീന്താനും നിൽക്കാനും നടക്കാനും ഒക്കെ തുടങ്ങുന്ന സമയം വീണ്ടും അമ്മയുടെ പ്രയാസം കൂടുകയാണ്. നീന്താൻ തുടങ്ങുമ്പോൾ എത്രയേറെ ശ്രദ്ധിക്കണം. കാരണം ആ കുഞ്ഞ് ഒന്നും എടുത്ത് വായിൽ വെച്ച് ആ കുഞ്ഞിന് ഹാനി വരാതിരിക്കാൻ വേണ്ടി അമ്മ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കും. എണ്ണീറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ ചുറ്റും നടക്കും. കാരണം തലയടിച്ച് വീഴാതിരിക്കാൻ. നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ശ്രദ്ധ വീണ്ടും കൂടുവാനായി തുടങ്ങും, കുഞ്ഞെവിടെയും വീഴാതിരിക്കാൻ. നടന്ന് അല്പം വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ശ്രദ്ധ വീണ്ടും കൂടുകയും ആ അമ്മയുടെ കരുതൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നിത്യവും നമ്മുടെ ഭവനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നവരാണ് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഇന്ന് നമ്മുടെ പെറ്റമ്മമാരുടെ അവസ്ഥ എന്താണ്? ഇന്ന് പലപ്പോഴും നമ്മുടെ പല പെറ്റമ്മമാരും അനാഥ മന്ദിരങ്ങളിൽ തള്ളപ്പെടുന്നു. നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ പല കോണുകളിലും തള്ളപ്പെടുന്നു. നമുക്ക് സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പെറ്റമ്മമാരെ മറന്നു പോകുന്നു. സ്നേഹമുള്ളവരെ, ചിന്തിച്ച് നോക്കിക്കേ. നമ്മളുടെ പെറ്റമ്മ നമുക്ക് വേണ്ടി എന്തോരം സഹിച്ച്, എന്തോരം കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, എന്തോരം സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ച നമ്മളെ ഓരോരുത്തരെയും വളർത്തി ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ആ രീതിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളില്ലേ, അവരുടെ ബുദ്ധിമുട്ടുകളില്ലേ. അതുകൊണ്ട് ജീവിതത്തിലെ തോബിയാസിനോട് പറഞ്ഞതുപോലെ പെറ്റമ്മമാരെ എങ്ങനെ കരുതണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ചേർത്ത് പിടിക്കണം. നമ്മുടെ അമ്മമാരെ അനാഥമന്ദിരങ്ങളിൽ തള്ളുവാനുള്ളവരല്ല, വീടിൻ്റെ കോണുകളിൽ ഇരുത്തുവാനുള്ളവരല്ല. നമ്മൾ എവിടെയെല്ലാം സന്തോഷിച്ച് കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടവരാണ്. കാരണം ഞാൻ ഇഴഞ്ഞപ്പോൾ, ഞാൻ നടന്നപ്പോൾ, ഞാൻ നിന്നപ്പോൾ, ഞാൻ ഓടിയപ്പോൾ എല്ലാം എൻ്റെ പിന്നാലെ എൻ്റെ മാതാവിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. ആ കരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആരോഗ്യവാനായി, പഠിച്ച് വലുതായി, ജോലി കിട്ടി, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി ഒക്കെ കഴിയാൻ ഇടയാക്കി തീർന്നത്. അതിൻ്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓരോ മക്കളും ഓർത്തിരിക്കുക. അതുകൊണ്ട് പെറ്റ അമ്മയെ തള്ളിക്കളഞ്ഞു, പെറ്റമ്മയെ ദുഷിച്ചു പറഞ്ഞു, പെറ്റമ്മയെ മാറ്റി നിർത്തി
നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളൊന്നും ഒരിക്കലും സന്തോഷമായിരിക്കില്ല. തോബിയാസിനോട് പറഞ്ഞതുപോലെ നിൻ്റെ പെറ്റമ്മയെ നീ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.